ഹലോ, എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഓണവിശേഷങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. തലേന്ന് തന്നെ ഇതാ പൂക്കളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് പൂവുണ്ട് കേട്ടോ. പൂവിനൊക്കെ നല്ല വിലയാണ്. എന്നാലും നല്ല പൂവൊക്കെ കിട്ടി, നല്ല ഫ്രഷ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. വാടിയതും അങ്ങനത്തിനും നല്ലതാ. ജമന്തി ഉണ്ട്, റോസാപ്പൂ ഉണ്ട്, പിന്നെ ഇതാ 2 തരം ചെണ്ടുമല്ലി ഉണ്ട്, ഓറഞ്ച്, മഞ്ഞ. അവയായിട്ടൊക്കെ നല്ല ഫ്രഷാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അത് എന്താ പൂവെന്ന് എനിക്കറിയില്ല, ഡാലിയാണോ എന്താണെന്നറിയില്ല. ഒരു വൈറ്റും പിങ്കിഷ് ഷെയ്ഡുമായിട്ട് ഇതാ ജമന്തി ഉണ്ട് ഇതിൻ്റെ കൂടെ. നല്ല രസമാണ്. ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ല ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ തൊട്ട് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനത് തലേന്ന് രാത്രിക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഒക്കെ ഒന്ന് ഇനി പേപ്പറിൽ അവിടുന്ന് കേട്ടോ എല്ലാം എടുത്തിട്ടത്. അങ്ങനെ അവനത് ഹോളിലൊക്കെ എല്ലാം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ അതിൻ്റെ ഇടയിൽ ഇത് ഓരോന്നിൻ്റെയും ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ്. എനിക്കിങ്ങനത്തെ ഓരോ സുഖമൊക്കെ ഉണ്ട്. അതിൻ്റെ മണം ഇങ്ങനെ എടുത്ത് നോക്കുക, തൊട്ട് നോക്കുക, അതൊക്കെ എൻ്റെ ഒരു ഇതാണ്. പണ്ട് നമ്മളെല്ലാം പുറത്തുനിന്നല്ലേ, അതായത് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നിന്നല്ലേ പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും കുറച്ചൊക്കെ മേടിക്കുമായിരുന്നു. പക്ഷേ എന്നാലും ഇത്ര വിലയൊന്നുമില്ല. കിലോയ്ക്ക് 600-700 രൂപയുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. പക്ഷെ രാത്രിയാകുമ്പോൾ വില കുറയുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതങ്ങനെ അവനെല്ലാം പേപ്പറിലെടുത്തിട്ടിട്ടുണ്ട്. രാവിലെ ഇതാ യാതൊട്ടും കൈലാസം കൂടി അവിടെ നിന്ന് പൂവിടാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. കൈലാസം അതിങ്ങനെ ഉതിർത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കിച്ചണിൽ വന്ന് സാമ്പാറും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഉച്ചക്കേക്കും കൂടി ആയല്ലോ സാമ്പാർ. അങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കിയത് രാവിലെ. സാമ്പാറിന് കഷ്ണങ്ങളൊക്കെ നോക്കിയിട്ട് അടുപ്പത്ത് വെച്ച് പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം ഞാൻ പുറത്തേക്ക് വന്നു. അപ്പോൾ അവരിതാ തകൃതിയായി പൂവിടൽ നടത്തുന്നുണ്ട്. യുവിയും ഉണ്ട് എൻ്റെ കൂടെ വന്നിട്ട്. പിന്നെ അമ്മയും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ തന്നെയാണ് കേട്ടോ പൂക്കളൊക്കെ വരച്ചത്. നന്നായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതേ കൈലാസിനെ പിടിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അവന് ഓരോന്നിങ്ങനെ തൊട്ടതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അതിനിടയ്ക്ക് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്, എനിക്ക് ഈ ഷർട്ട് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. ആ പാക്കറ്റൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പൂവിട്ടതിൻ്റെ ക്ലീൻ ആക്കിയിട്ടില്ല. അതിനിടയിൽ ഞാൻ വന്നിട്ട് എടുത്തതാണ്. അതിനിടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വെച്ചിട്ട് അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ്. അതുകൊണ്ട് ഒരാഗ്രഹമായിരുന്നു ഫുൾ പൂക്കൾ ഇടണമെന്ന്. അപ്പോൾ അവൻ എന്തായാലും ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അവൻ. അതിനിടയ്ക്ക് ഇതായിട്ട് അനിയന്മാരും കൂടി ഫോട്ടോ എടുക്കാൻ പോവാണേ. ഇവി അവൻ പറഞ്ഞാൽ കേട്ടോളൂ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാൻ പോവാണേ. രണ്ടാളും ഡ്രസ്സൊക്കെ മാറ്റി ടീഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സൊക്കെ മാറിയത് അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് രണ്ടാളും. പിന്നെ ഞാൻ അടുക്കളയ്ക്ക് വന്ന് ഇതാ പാലട പായസം ഉണ്ടാക്കാൻ ഇതാ നോക്കുവാണേ. പിന്നെ അടുപ്പത്താണ് വയ്ക്കുന്നത്. ഇത് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല പണിയാണ് കേട്ടോ. അത് ചൂടായി ഉരുകി വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതാ പാലൊക്കെ ഒഴിച്ചു. അത് മെൽറ്റായ ശേഷം പാലൊക്കെ ഒഴിച്ചു. അതാ നമ്മുടെ സ്വന്തം കണ്ണൂരുകാരുടെ സദ്യ സ്പെഷ്യൽ മീൻ പൊരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ മീൻ കറി എന്തെങ്കിലും ഉണ്ടാവും. എല്ലാവരും എന്ത് രസമല്ലേ. എനിക്ക് തോന്നുന്നു വടക്കോട്ടാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കാണുന്നത്. മറ്റേ സൈഡിലില്ലാന്ന് തോന്നുന്നു. ഞങ്ങൾ സദ്യ കഴിക്കായിരുന്നു. പച്ചടി, ഓളിൻ, നാരങ്ങക്കറി, പപ്പടം, ഉപ്പേരി, പഴം, പായസം, സാമ്പാർ, കൂട്ടുകറി എല്ലാം ഉണ്ട് കേട്ടോ. അച്ഛൻ ചാവട്ടൻ, അമ്മ, ഞാനിതാ ലാസ്റ്റ് ഇലയിൽ നല്ല പപ്പടവും പഴമൊക്കെ കൂട്ടി പായസം കഴിച്ചു. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഓണവിശേഷം. അപ്പോൾ ഒരു അടിപൊളി ഓണം തന്നെയായിരുന്നു.